ഹലോ ഗൈസ്, കുറേ നാളായാലും നമ്മളിപ്പോൾ കണ്ടിട്ട് ഓൺ വോയിസൊക്കെ വന്നിട്ട് ഞാൻ ജയിച്ചിട്ട് വന്ന് മറ്റേ പോർച്ചുഗൽ പോയൊരു വിഷമത്തിൽ എന്ത് ചെയ്യാനാ. ഞാൻ മറ്റേ ജേഴ്സിയൊക്കെ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ മറ്റേ കപ്പൊക്കെ കിട്ടുമ്പോൾ കറക്കൊക്കെ ഇടാനൊക്കെ വിചാരിച്ച് കിട്ടത്. പക്ഷെ കുഴപ്പമില്ല, സാരില്ല, അങ്ങനെ എല്ലാം പോയി. ഞാൻ മറ്റേ ബെറ്റൊക്കെ വെച്ചതായിരുന്നു, ആരായിട്ട് എൻ്റെ കസിനായിട്ട് ബെറ്റൊക്കെ വെച്ചതായിരുന്നു. എന്നിട്ട് പൈസയും പോയി, കപ്പും പോയി, എല്ലാം പോയി. ഇങ്ങനെ ഇരിക്കാം, സാരില്ല, പോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ CR7 തന്നെ, CR7. ഇനി CR7ഉം ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരാന്നറിയോ? മറ്റേ ഇത് മെസ്സിനെ എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ CR7 കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മെസ്സിനെ ഇഷ്ടം. അങ്ങനെ അപ്പോൾ ഇനി അർജൻറ്റീനയുടെ കളി ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. ദൈവത്തിന് അറിയാം, ഇനി അർജൻറ്റീനയും കൂടി പോയാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് കളികൾ ഫേവറേറ്റ് തീർന്നു. പിന്നെ ഫ്രാൻസിന് നെയ്മറിന് ഇഷ്ടം. നെയ്മറും പോയില്ലോ ബ്രസീൽ. എൻ്റെ ഹസ്ബൻഡ് ബ്രസീലിൻ്റെ ഫാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും ഫുട്ബോളിൻ്റെ മോഹങ്ങളൊക്കെ തീർന്ന് ഇപ്പോൾ രാത്രിയിൽ ഫുട്ബോൾ കണ്ട് ഇപ്പോൾ രാത്രി ഉറക്കില്ലാണ്ടായി, പകൽ ഉറക്കില്ലാണ്ടായി, ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ പിന്നെ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിൽ രാത്രിയിലൊന്നും ഉറക്കണ്ടായിരുന്നില്ല കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഞാൻ എടുത്തപ്പോൾ പക്ഷേ എനിക്കങ്ങനെ പരിചയമില്ലല്ലോ, ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, പിന്നെ എന്നെ അങ്ങനെ ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ വെറുതെ അറിഞ്ഞു തുടങ്ങിയിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണണമെന്ന് ആഗ്രഹിച്ച് സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ എക്സൈറ്റിങ് ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് സർപ്രൈസ് ആയിട്ട് പോയത്. മമ്മി മുന്നേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ആ വീഡിയോ. ഞാൻ എടുത്തിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ എടുത്തത്. കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ വീഡിയോ. ആദ്യം പിന്നെ ഞാൻ വിചാരിച്ചു ജീൻസിൻ്റെ പോക്കറ്റിൽ മറ്റേ ഇത് പിടിക്കണ പോലെ, പെന്ന് പിടിക്കണ പോലെ അറിയാത്ത ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെയത്. എനിക്ക് കുറേ നാണക്കേടെന്നല്ല, ഒരു ചമ്മലെന്ന് പറയില്ല നമ്മളിങ്ങനെ ബ്ലോഗിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ടിങ് പീരീഡ് അല്ലേ ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷോർട്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെൻ്റെ വ്യൂവേഴ്സ് മാത്രമാണ്, സബ്സ്ക്രൈബേഴ്സ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ എക്സൈറ്റഡ് 2-3 വീഡിയോസൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഒരെണ്ണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് പോയതിൻ്റെ വീഡിയോ ആണ്. ഞാൻ കുറേ നാളെ പോകണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സാഹചര്യം വന്നേ. പിന്നെ വീഡിയോ അതിൻ്റെ പിന്നെ ഞാൻ ജനിച്ചു വളർന്ന പള്ളി, മറന്ത്രേസ്യാമ്മയുടെ കസിൻ കൂടിയാണ് ഞാൻ. മറന്ത്രേസ്യാമ്മയുടെ ജനിച്ചു വളർന്ന പള്ളി, മറന്ത്രേസ്യാമ്മയുടെ ജന്മഗൃഹം, അവിടേക്കൊക്കെ ഞങ്ങൾ പോയി ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്, പിന്നെ സിസ്റ്റേഴ്സിൻ്റെ 2-3 ബൈറ്റൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ സെനോറിറ്റ. എൻ്റെ പഴയ ചാനലായിരുന്നു, സോറി ഗൈസ്. സെനോറിറ്റ സ്കോട്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ടു സമൺ എൽസ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടായാലാണ് എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പുതിയതാണല്ലോ യൂട്യൂബിൽ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിപ്പോൾ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും, എങ്ങനെ ഇത് മുന്നോട്ട് പോകാനാ, എന്തായാലും ഇതൊക്കെ ഇങ്ങനെ വ്യൂവേഴ്സ് കിട്ടാനും സബ്സ്ക്രിപ്ഷൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ നീ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിയുമ്പോൾ കിട്ടാണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ നിർത്തിക്കോളും എന്നൊക്കെ വിചാരിക്കണേ. ഇൻഫാക്റ്റ് എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കണേ. ഇത് ഭയങ്കര പാടാണ്, കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിൻ്റെ പോലെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ ഇതല്ല, നമ്മൾ എത്ര വലിയ കുറ്റപ്പെടുത്തലുണ്ടായാലും നമ്മൾ
എവിടെയാ നമ്മളെന്ന് പറയുന്നത് അമല ഈസ് ഇൻ റിച്ച് പൊസിഷനല്ല. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഓഫ് കോഴ്സ്. എൻ്റെ മമ്മി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ എന്ത് കാണിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ അമ്മയുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, ഈ വീഡിയോസൊക്കെ എടുക്കാനുള്ളതായിട്ട് ആയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സപ്പോർട്ടിൽ ഉണ്ടും. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം ഫോർ ഗോയിങ് വിത്ത് ദിസ് വീഡിയോസ് ആൻഡ് ഓൾ. ഞാനപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നിട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയില്ലേ വീഡിയോസ് സംസാരിക്കാനൊക്കെ. പണ്ടെന്ന് വെച്ചാൽ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. ഇപ്പോൾ ഞാൻ കുറച്ച് ബെറ്റർ ആയില്ലേ. അങ്ങനെ പിന്നെ എന്നിട്ട് അങ്ങനെ എക്സൈറ്റഡ് വീഡിയോസ്, ഫോട്ടോസ്, ഡാൻസൊക്കെ പിന്നെ പഠിക്കണം മറ്റേ ഇത് പറയുന്ന പോലെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിലെ സാഹചര്യം കൊണ്ട് ആരും എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല. പിന്നെ ഞാൻ പഠിക്കുന്നത് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ചാളങ്ങ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഭാവിയിൽ വല്ല കലാകാരിയൊക്കെ ആയാലോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കോമഡി വീഡിയോസ്, പിന്നെ ജിം വീഡിയോസ്. ഞാൻ ജിമ്മിൽ പോണതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഫിറ്റാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജിം വീഡിയോസ്, പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പണ്ടേ ഞാൻ മടിച്ചായതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഇങ്ങനെ അടുക്കളയിൽ കയറാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടും കുക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യും, പക്ഷേ റെയറായിരിക്കും. എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ അങ്ങനെ പോണു. അപ്പോൾ ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി വരുന്ന വീക്കിലായാലും പിന്നത്തെ വീക്കിലായാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ എനിക്ക് വർക്കിന് ഇപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും വർക്കുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും എനിക്ക് വീഡിയോസ് എടുക്കില്ല, എഡിറ്റിങ്ങൊന്നും നടക്കില്ല. പിന്നെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ശനിയും ഞായറങ്ങനെ ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാണ്. പിന്നെന്ത് വിശേഷം. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാനിങ്ങനെ പറയാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID എന്ന് പറയുന്നത് അമല ദീപക്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. പിന്നെ എൻ്റെ മെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്, amala.joe62@gmail.com. അതിൽ മെയിൽ അയക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. താങ്ക് യു എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ വീക്കെൻഡൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് നടക്കാം. ഞാൻ അടിച്ച് പൊളിച്ചു എന്ന് വെച്ചാൽ ഞാൻ കാലത്ത് മുതൽ അടിച്ച് പൊളിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന് കയറിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ കഴിഞ്ഞ ആഴ്ച എടുത്തതായിരുന്നു. ഇൻട്രോ ഒന്നല്ല, എന്നാലും ചുമ്മാ നിങ്ങൾക്ക് എന്നെ കൂടുതലായി മനസ്സിലാക്കിയാലല്ലേ. ഇപ്പം നമ്മൾ ഇൻഫാക്റ്റ് നമ്മളൊരാളെ കൂടുതലാക്കി മനസ്സിലാക്കിയാലല്ലേ നമ്മൾ അയാളോട് ഇഷ്ടം തോന്നുള്ളൂ, ലൈക്ക് ചെയ്യുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഉള്ളൂ. അപ്പം എന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെയാണ് പോണ വിശേഷം. അപ്പോൾ അങ്ങനെ പോണ വിശേഷം. അങ്ങനെ അപ്പോൾ നേരത്തെ ഞാൻ പോയതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയതാ. അങ്ങനെ അപ്പോൾ പിന്നെന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അങ്ങനെ അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഞാൻ കുറച്ചും കൂടിയും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് 135 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ആദ്യം വിചാരിച്ചു 100 സബ്സ്ക്രൈബേഴ്സായിട്ടൊക്കെ കേക്ക് മുറിക്കാം, ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു 100 സബ്സ്ക്രൈബേഴ്സായിട്ട് കേക്ക് മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞു അങ്ങനെ
തളർത്തി നന്നായിട്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ലേ, അതൊന്നൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടി 500 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനാ പാട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ദൈവമേ, അപ്പം പിന്നെ വലിയ സബ്സ്ക്രൈബ് ചെയ്ത് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി നാണം കെട്ടാന്ന് ചോദിച്ച് ഞാൻ വേണ്ട എന്ന് വെച്ച് ഞാൻ കേക്ക് മുറിച്ചില്ല. പക്ഷെ ഞാൻ മുറിക്കും. സബ്സ്ക്രൈബേഴ്സ് എത്ര 500 സബ്സ്ക്രൈബേഴ്സായി ഞാൻ എന്തായാലും മുറിച്ച് നിങ്ങളൊക്കെ ഒപ്പം നമ്മൾ ആഘോഷിക്കാട്ടോ. നമുക്ക് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതിൻ്റെ എൻ്റെ ഇതായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പം അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്ക്, അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ എന്തായാലും ഇതുപോലെ എൻ്റെ യൂട്യൂബിൻ്റെ അപ്ഡേഷൻസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ലവ് യു. പിന്നെ ഗൈസ്, പള്ളിയിൽ പോകാൻ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ. നാളെ പിന്നെ ഒരു ബെസ്റ്റ് വീഡിയോ വരുന്നുണ്ട്. 2 വർഷം മുന്നേ 2.5 വർഷം മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. നല്ല GB ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഇടുന്നതായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ മറ്റേ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി പിടിച്ചോ. അപ്പോൾ ഓക്കെ,